ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങി. കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 88 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിൽ. സംസ്ഥാനത്തും 20 മണ്ഡലങ്ങളിൽ വിധിയെഴുത്ത് തുടങ്ങി. 194 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. ആത്മവിശ്വാസത്തോടെ 3 മുന്നണികളും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുന്നതിനോടൊപ്പം മുഴുവൻ വിവിപാറ്റുകളിലെയും സ്ലിപ്പുകൾ എണ്ണണമെന്ന ഹർജികളിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വിജ്ഞാപനം ഇന്ന്. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 സീറ്റുകളിലേക്ക് അടുത്ത മാസം 20-ന് വോട്ടെടുപ്പ്. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്ന് കൊൽക്കത്ത പഞ്ചാബിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 88 മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. കഴിഞ്ഞ 2 ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് നടന്ന ഔട്ടർ മണിപ്പൂർ മണ്ഡലത്തിലെ ബാക്കി ഭാഗങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. 15.88 കോടി വോട്ടർമാർ ഈ ഘട്ടത്തിൽ സമ്മതിദാനം വിനിയോഗിക്കും. ഇതിൽ 34.8 ലക്ഷം പേർ കന്നി വോട്ടർമാരാണ്. 1.67 ലക്ഷം പോളിംഗ് സ്റ്റേഷനുകളിലായി 16 ലക്ഷത്തിലധികം പോളിംഗ് ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് നിയന്ത്രിക്കും. വിശദാംശങ്ങളിലേക്ക്. ഉത്തർപ്രദേശിൽ 8 സീറ്റുകളിലേക്കാണ് രാവിലെ വോട്ടെടുപ്പ് ആരംഭിച്ചത്. അരുൺ ഗോവിലും ഹേമമാലിനിയും ഉൾപ്പെടെ പ്രമുഖർ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നു. കർണാടകയിലാകെയുള്ള 28-ൽ 14 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2019-ൽ 1 സീറ്റിൽ മാത്രം വിജയിച്ച കോൺഗ്രസ് ഇത്തവണ നില മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയിലാണ്. പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വടക്കൻ മേഖലയിലെ 3 സീറ്റുകളിലും കഴിഞ്ഞ തവണ BJP ആയിരുന്നു വിജയിച്ചത്. ഇത്തവണ ഈ സീറ്റുകളിൽ തൃണമൂൽ ശക്തമായ മത്സരമാണ് കാഴ്ചവെക്കുന്നത്. അസമിലും ബീഹാറിലും 5 സീറ്റുകളിൽ വീതമാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ത്രിപുരയിലും മണിപ്പൂരിലും ജമ്മു കാശ്മീരിലും ഓരോ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഛത്തീസ്ഗഡിൽ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ഭൂപേഷ് ഭാഗേൽ മത്സരിക്കുന്ന രാജ്നന്ദ്ഗാവ് ഉൾപ്പെടെയുള്ള 3 സീറ്റുകളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ്. രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 12 സീറ്റുകളിൽ BJPയും കോൺഗ്രസും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, അശോക് ഗെലോട്ടിന്റെ മകൻ വൈഭവ് ഗെലോട്ട്, സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നു. ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന മഹാരാഷ്ട്രയിലെ 8 സീറ്റുകളിൽ 7-ലും BJPയാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 88 സീറ്റുകളിൽ 62-ലും BJP വിജയം നേടിയിരുന്നു. 2 മണ്ഡലങ്ങളിൽ BJP സഖ്യകക്ഷികൾ വിജയിച്ചു. 18 സീറ്റുകളിൽ കോൺഗ്രസും 4 സീറ്റുകളിൽ സഖ്യകക്ഷികളും 1-ൽ CPM-ഉം ജയം നേടി. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള പോളിംഗ് ആരംഭിച്ചു. രാവിലെ 7-ന് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 വരെ തുടരും. പോളിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ പലയിടങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിര ദൃശ്യമാണ്. സ്ഥാനാർത്ഥികളും നേതാക്കളും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനെത്തി. 2.77 കോടി വോട്ടർമാർ 194 സ്ഥാനാർത്ഥികളുടെ ഭാഗധേയം തീരുമാനിക്കും. വിശദാംശങ്ങളിലേക്ക്. 25,000-ലേറെ പോളിംഗ് ബൂത്തുകളാണ് സംസ്ഥാനത്ത് 2,77,49,159 വോട്ടർമാർക്കായി സജ്ജീകരിച്ചിട്ടുള്ളത്. ഓരോ പോളിംഗ് സ്റ്റേഷനിലും ശരാശരി 1,102 പേരാണ് വോട്ട് രേഖപ്പെടുത്തുക. വോട്ടർമാരിൽ 5 ലക്ഷത്തിലധികം പേർ കന്നി വോട്ടർമാരാണ്. പോളിംഗ് ബൂത്തുകളിൽ വെയിലും മഴയും ഏൽക്കാതെ വരി നിൽക്കുന്നതിനുള്ള സംവിധാനം, കുടിവെള്ളം, ശൌചാലയം തുടങ്ങിയ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വോട്ടർ ID കാർഡ് കൈവശമില്ലാത്തവർക്ക് പാൻ കാർഡ് തുടങ്ങി 12 അംഗീകൃത തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് വോട്ട് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തി. 66,303 ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുള്ളത്. ഓരോ പോലീസ് സ്റ്റേഷന് കീഴിലും ക്രമസമാധാന പാലനത്തിനായി 2 വീതം പെട്രോൾ ടീമുകളെ സജ്ജമാക്കിയിട്ടുണ്ട്. ദ്രുത കർമ്മസേനയുടെ സാന്നിധ്യവും എല്ലാ സ്റ്റേഷനുകളിലുമുണ്ടാകും. പോളിംഗ് ശതമാനം മികവുറ്റതാക്കാൻ ഇന്നലെ നിശബ്ദ പ്രചാരണത്തിന്റെ ദിനത്തിലും സ്ഥാനാർത്ഥികളും മുന്നണികളും സജീവമായിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. രാവിലെ 6-ന് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മോക്ക് പോൾ നടത്തി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയ ശേഷമാണ് വോട്ടെടുപ്പ് ആരംഭിച്ചത്. കേരളത്തിൽ ചുരുക്കം ചില ബൂത്തുകളിൽ വിവിപാറ്റിൽ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് പകരം ക്രമീകരണം ഏർപ്പെടുത്തി. 30,338 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളാണ് വോട്ടെടുപ്പിനായി സജ്ജമാക്കിയിട്ടുള്ളത്. വോട്ടെടുപ്പ് പ്രക്രിയകൾക്കായി 1 ലക്ഷത്തിലധികം പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. സ്ത്രീകൾ മാത്രം നിയന്ത്രിക്കുന്ന 437 ബൂത്തുകളും ഭിന്നശേഷിയുള്ള ജീവനക്കാർ നിയന്ത്രിക്കുന്ന 6 ബൂത്തുകളും സംസ്ഥാനത്തുണ്ട്. ഭിന്നശേഷി വോട്ടർമാർക്കായി
ബൂത്തുകളിൽ റാമ്പും വീൽചെയറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാരംഭിച്ച പ്രചാരണം സംസ്ഥാനത്ത് പിന്നീട് വിവാദ വിഷയങ്ങളും ചർച്ച ചെയ്തു. വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും സജീവമാക്കിയാണ് മൂന്ന് പ്രധാന മുന്നണികളും പ്രചാരണത്തെ നയിച്ചത്. തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് മൂന്ന് മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്. 2019 സമാനമായതോ അതിലും മികച്ചതുമായ നേട്ടമാണ് UDF പ്രതീക്ഷിക്കുന്നത്. BJP വിരുദ്ധതയിലും കോൺഗ്രസിന്റെ കർമ്മശേഷി ചോദ്യം ചെയ്തും നടത്തിയ പ്രചാരണം തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് LDF ക്യാമ്പുകളും വിശ്വസിക്കുന്നു. ദേശീയ നേതാക്കളെ തന്നെ പ്രചാരണ രംഗത്ത് സജീവമാക്കിയതോടെ മണ്ഡലങ്ങൾ പിടിക്കാമെന്ന ശുഭപ്രതീക്ഷയിലാണ് NDA മുന്നണി. കനത്ത വേനൽ ചൂടിലും പോളിംഗ് ശതമാനം ഒട്ടും കുറയില്ലെന്ന ആത്മവിശ്വാസവും മുന്നണികൾ പ്രകടിപ്പിക്കുന്നു. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഇരട്ട വോട്ടുകൾ പോൾ ചെയ്യാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. UDF സ്ഥാനാർത്ഥി KC വേണുഗോപാലിനു വേണ്ടി ചീഫ് ഇലക്ഷൻ ഏജന്റായ അഡ്വക്കേറ്റ് M. ലിജുവാണ് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ആലപ്പുഴ മണ്ഡലത്തിൽ മാത്രം 35,000-ലധികം ഇരട്ട വോട്ടുകൾ ഉണ്ടെന്നും അവയിൽ 711ഓളം ഒരേ വോട്ടർ ID കാർഡുള്ള വോട്ടർമാരാണെന്നുമാണ് ആരോപണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ മുഴുവനും VVPAT സ്ലിപ്പുകളുമായി ഒത്തുനോക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിൽ സുപ്രീം കോടതി ഇന്ന് വിധി പറയും. ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തയും അടങ്ങുന്ന ബെഞ്ചാണ് വിധി പറയുന്നത്. 2 ജഡ്ജിമാരും പ്രത്യേകമായാണ് വിധി പ്രസ്താവിക്കുക. കേസിൽ വാദം ഈ മാസം 18-ന് അവസാനിച്ചിരുന്നു. വാദം കേൾക്കുന്നതിനിടെ EVMകളുടെയും VVPATകളുടെയും പ്രവർത്തനത്തെക്കുറിച്ചും അവയുടെ സുരക്ഷാ സവിശേഷതകളെക്കുറിച്ചും സുപ്രീം കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടിയിരുന്നു. നിലവിൽ ഓരോ നിയോജക മണ്ഡലത്തിലെയും 5 ബൂത്തുകളിൽ നിന്നുള്ള VVPATകൾ മാത്രമാണ് എണ്ണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിലെ അരാരിയയിലും മുൻകേറിലും 2 പൊതുയോഗങ്ങളെ അഭിസംബോധന ചെയ്യും. അരാരിയ ലോക്സഭാ മണ്ഡലത്തിലെ ഫോർബ്സ്ഗഞ്ച് എയർപോർട്ട് ഗ്രൌണ്ടിലാണ് ആദ്യ റാലി. മുൻകേർ മണ്ഡലത്തിലെ സഫ്യാസ് റായ് എയർപോർട്ട് ഗ്രൌണ്ടിൽ 2ാം പൊതുയോഗം നടക്കും. പ്രധാനമന്ത്രിയുടെ റാലികൾ കണക്കിലെടുത്ത് ബീഹാറിൽ കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വിജ്ഞാപനം ഇന്ന് 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഉത്തർപ്രദേശിലെ 14 സീറ്റുകളിലും മഹാരാഷ്ട്രയിലെ 13 സീറ്റുകളിലും പശ്ചിമ ബംഗാളിലെ 7 സീറ്റുകളിലും 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. മെയ് 3 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. അടുത്ത മാസം 20-നാണ് വോട്ടെടുപ്പ്. മഹാരാഷ്ട്രയിൽ 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. 447 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. ഏപ്രിൽ 29 വരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം. 4ാം ഘട്ട വോട്ടെടുപ്പ് 2024 മെയ് 13-ന് നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി സംസാരിച്ചു. ജൂണിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലേക്ക് തന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ശ്രീ മോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രിയെ അറിയിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള താൽപര്യമാണ് ക്ഷണം ഊട്ടിയുറപ്പിച്ചതെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. കഴിഞ്ഞ വർഷം ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിലെ ഒരു പ്രതിയെ ദേശീയ അന്വേഷണ ഏജൻസി NIA അറസ്റ്റ് ചെയ്തു. ഹൌൺസ്ലോ നിവാസിയായ ഇന്ദർപാൽ സിംഗ് ഗാബയാണ് പിടിയിലായത്. 2023 മാർച്ച് 22-ന് ലണ്ടനിലുണ്ടായ പ്രതിഷേധത്തിനിടെ ഇയാൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി NIA അറിയിച്ചു. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 35 റൺ വിജയം. 207 റൺ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഹൈദരാബാദിന് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 171 റൺ എടുക്കാനേ സാധിച്ചുള്ളൂ. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 206 റൺ എടുത്തിരുന്നു. RCBക്കായി വിരാട് കോഹ്ലിയും രജത് പാട്ടിദാറും അർദ്ധ സെഞ്ചുറി നേടി. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30-ന് കൊൽക്കത്ത ഏദൻ ഗാർഡൻ സ്റ്റേഡിയത്തിലാണ് മത്സരം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. പാലക്കാട് ജില്ലയിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പുണ്ട്. ഇവിടെ ചൂട് 41 ഡിഗ്രി വരെ ഉയർന്നേക്കാമെന്നാണ് മുന്നറിയിപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങി. കേരളമടക്കം 12 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 88 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിൽ. സംസ്ഥാനത്തും 20 മണ്ഡലങ്ങളിൽ വിധിയെഴുത്ത് തുടങ്ങി. 194 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. ആത്മവിശ്വാസത്തോടെ 3 മുന്നണികളും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുന്നതിനോടൊപ്പം മുഴുവൻ VVPATകളിലെയും സ്ലിപ്പുകൾ എണ്ണണമെന്ന ഹർജികളിൽ സുപ്രീം കോടതി വിധി ഇന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വിജ്ഞാപനം ഇന്ന്. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 സീറ്റുകളിലേക്ക് അടുത്ത മാസം 20-ന് വോട്ടെടുപ്പ്. IPL-ൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്ന് കൊൽക്കത്ത പഞ്ചാബിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. പ്രത്യേക തെരഞ്ഞെടുപ്പ് വാർത്തകൾ 10:15-ന്.